ഒരുമയോടും ഐക്യത്തോടും ജീവിക്കുന്ന നാടിന് ആ ഐക്യത്തെ തകർക്കാൻ വരുന്ന ശക്തികളെ ചെറുക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 100ാം നവകേരള സദസ് വേദിയായ STV സ്കൂൾ മൈതാനത്ത് ആലപ്പുഴ നിയോജക മണ്ഡല സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2ാം ദിവസം 4 മണ്ഡലങ്ങളിലാണ് നവകേരള സദസ് നടന്നത്. ആലപ്പുഴ ജില്ലയിലെ 2ാം ദിന പര്യടനത്തിൽ ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട് നിയോജക മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് നടന്നത്. രാവിലെ കലവൂർ കാമലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടന്ന ആലപ്പുഴ ജില്ലയിലെ ആദ്യ പ്രഭാത യോഗത്തിൽ വിവിധ മേഖലയിൽ നിന്നുള്ളവർ പങ്കെടുത്തു. കേന്ദ്ര അവഗണന അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കേരളം അതിജീവിക്കുന്നുണ്ടെന്നും എന്നാൽ ഇതിനെയൊക്കെ മറച്ചുവെക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. 7 വർഷത്തിൽ കേരളത്തിന് ലഭിക്കേണ്ട തുകയിൽ വന്ന കുറവ് 1,07,500 കോടി രൂപയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെയാകാൻ പാടില്ലല്ലോ. പക്ഷേ നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ പകയോടെ വീക്ഷിക്കുന്നു. ഒരു കാരണം മാത്രമേ നമ്മൾ നോക്കിയാൽ കാണാനുള്ളൂ. കേരളം BJPയെ സ്വീകരിക്കുന്നില്ല. ആകാവുന്നതെല്ലാം ശ്രമിച്ചു. പക്ഷേ കേരളീയ മനസ്സ് മതനിരപേക്ഷ മനസ്സാണ്. അവർക്ക് വർഗീയ മനസ്സിനെ സ്വീകരിക്കാനാകുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന സൂചനയെ തുടർന്ന് പുന്നപ്പറയിൽ 30ഓളം കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ കസ്റ്റഡിയിലെടുത്തു. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, മുഹമ്മദ് റിയാസ്, MP രാജേഷ്, R ബിന്ദു, KN ബാലഗോപാൽ, J ചിഞ്ചുറാണി, P പ്രസാദ്, V അബ്ദുൾ റഹിമാൻ, K രാജൻ, ആന്റണി രാജു, K രാധാകൃഷ്ണൻ, P രാജീവ്, VN വാസവൻ, V ശിവൻകുട്ടി, GR അനിൽ, വീണ ജോർജ്, അഹമ്മദ് ദേവർകോവിൽ, സജി ചെറിയാൻ, ആലപ്പുഴ MP AM ആരിഫ്, അതാത് നിയോജക മണ്ഡലങ്ങളിലെ MLA മാരും ചടങ്ങുകളിൽ സംസാരിച്ചു. അമൃത ന്യൂസ്, ആലപ്പുഴ.